ജപ്പാൻ സഞ്ചാരത്തിൽ ഞാനിപ്പോൾ കവാഗുച്ചിക്കോ എന്ന പട്ടണത്തിലാണ്. കവാഗുച്ചി എന്ന തടാകത്തിന്റെ തീരത്തെ പട്ടണം, ഒരു ടൂറിസ്റ്റ് നഗരം. ഒരു ഹിൽ സ്റ്റേഷനിൽ പോയി ഫുജി അഗ്നിപർവ്വതത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് താഴെ ഇറങ്ങുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു. സഞ്ചാരത്തിന്റെ 36 പേരടങ്ങുന്ന സംഘത്തിനൊപ്പമാണ് എൻ്റെ യാത്ര. നല്ല കാലാവസ്ഥയായതിനാൽ ഫുജി അഗ്നിപർവ്വതത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റി. തടാകതീരത്ത് ചെല്ലുമ്പോൾ ഇവിടെ ഒരു ശില്പമുണ്ട്. ഈ തടാകത്തെ പ്രതീകവൽക്കരിക്കുന്ന ശില്പമാണ്. ഒരു പൂപ്പാത്രത്തിനു ചുറ്റും നൃത്തം ചെയ്യുന്ന 2 സ്ത്രീകളാണ് ശില്പത്തിൽ. ഒരു സ്ത്രീ പോസിറ്റീവ് സ്വഭാവത്തെയും മറ്റൊരു സ്ത്രീ നെഗറ്റീവ് സ്വഭാവത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ജ്ഞാനത്തിന്റെയും പ്രതീക്ഷയുടെയും ജീവിതത്തിന്റെയും പ്രതീകമായാണ് ജപ്പാൻകാർ കവാഗുച്ചിക്കോ തടാകത്തെ കണക്കാക്കുന്നത്. തടാകത്തെയും ജീവിതത്തെയും ബന്ധിപ്പിക്കുകയാണ് ശില്പം. തടാകത്തിലെ ബോട്ടുകൾ ഇന്നത്തെ സർവീസ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്കിവിടെ നിന്നും മടങ്ങേണ്ട സമയമായി. ദീർഘമായ യാത്രയുണ്ട്. കവാഗുച്ചി പട്ടണത്തിൽ നിന്ന് ഒരു 2.5 മണിക്കൂർ ഓടിയാലെത്തുന്ന ഹമാമത്സു എന്ന പട്ടണത്തിലാണ് ഇന്നത്തെ താമസം. ഗ്രാമങ്ങളും ചെറിയ പട്ടണങ്ങളുമൊക്കെ പിന്നിട്ടുള്ള യാത്രയാണ് അവിടേക്ക്. ഹൈവേയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ തടസ്സമൊന്നും ഉണ്ടാകുകയില്ല. 27,000-ഓളം ആളുകൾ വസിക്കുന്ന പട്ടണമാണ് കവാഗുച്ചിക്കോ. ടൂറിസം പ്രധാന വരുമാന മാർഗമായുള്ള പട്ടണം. എന്നാൽ ടൂറിസം തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നു എന്ന് പരാതിപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും ഇവിടെയുണ്ട്. ടൂറിസ്റ്റുകൾ ഇവിടുത്തുകാരോടും വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലുമൊക്കെ അപമര്യാദയായി പെരുമാറുന്നു എന്നാണ് അവരുടെ പരാതി. ഇതിവിടുത്തെ ബസ് ടെർമിനലാണ്. ഇതിന്റെ പിന്നിൽ തന്നെ റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ജപ്പാനിൽ മിക്കവാറും ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും ഒറ്റ കെട്ടിടത്തിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അടുത്തടുത്ത് തന്നെയാവും. അതുകൊണ്ട് ആളുകൾക്ക് ടാക്സി വിളിക്കാതെ ബസ്സിൽ വന്നിറങ്ങി ട്രെയിനിലോ ട്രെയിനിൽ വന്നിറങ്ങി ബസ്സിലോ കയറിപ്പോകാം. അങ്ങനെയാണ് ആധുനിക നഗരങ്ങളിൽ ഗതാഗത സംവിധാനങ്ങൾ. അവിടെ നിന്ന് യാത്ര തുടരുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ജപ്പാൻ ആധുനികമായ സാങ്കേതിക വിദ്യയുടെയും ആധുനിക ജീവിത നിലവാരത്തിന്റെയും ഒക്കെ രാജ്യമാണ്. എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങളും നാട്ടുനടപ്പുകളും ആചാരങ്ങളുമൊക്കെ വളരെ വിചിത്രമാണ്. ശാസ്ത്രരംഗത്ത് വലിയ കുതിപ്പ് നടത്തുന്ന രാജ്യമാണെങ്കിലും ജപ്പാനിൽ ക്ലോണിംഗ് പരീക്ഷണങ്ങൾ നിഷിദ്ധമാണ്. പ്രത്യേകിച്ചും മനുഷ്യനിലെ ക്ലോണിംഗ് പരീക്ഷണങ്ങൾ. സുമോ ഗുസ്തിക്കാരുടെ നാടാണെങ്കിലും സാധാരണ ആളുകളുടെ ശരീരത്തിൽ കൊഴുപ്പടിയുന്നതിനെ ഇവിടുത്തെ ഗവൺമെന്റ് പോലും അനുവദിക്കില്ല. 40 വയസ്സ് പൂർത്തിയായവരുടെ അരക്കെട്ടിന്റെ വണ്ണം ഗവൺമെന്റ് തന്നെ പരിശോധിക്കും. ചൂതാട്ടം ഈ രാജ്യത്ത് നിഷിദ്ധമാണ്. ചൂതാട്ടത്തിന് സമാനമായ മൊബൈൽ ഗെയിമുകൾ പോലും അനുവദിക്കുകയുമില്ല. ജോലിക്കിടയിൽ ഉറങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് ജപ്പാൻ എന്നതാണ് മറ്റൊരു സവിശേഷത. ഈ ചെറിയ ഉറക്കങ്ങൾ ജോലിയുടെ കാര്യക്ഷമത കൂട്ടുമെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. ടോൾ ഗേറ്റിൽ കാത്തുകിടക്കേണ്ടി വരുന്നില്ല. അതിവേഗം കടന്നുപോകാം. വണ്ടി ചെല്ലുന്ന മുറയ്ക്ക് ഗേറ്റ് തുറക്കും. ടോൾ ഗേറ്റിലെ നീണ്ട കാത്തുകിടപ്പ് നമ്മുടെ നാട്ടിലെ പ്രത്യേകതയാണ്. പലയിടത്തും നെൽവയലുകൾ കൊയ്ത്തുകഴിഞ്ഞ് ഉഴുതിട്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു ഭംഗിക്കുറവുണ്ട്. മറ്റൊരു സീസണിലാണ് വരുന്നതെങ്കിൽ ഇവിടെയെല്ലാം പച്ചപ്പായിരിക്കും. പച്ചപ്പ് പട്ടണങ്ങളോട് ചേർന്ന് ഒരു കെട്ടിടത്തിന്റെ അതിർത്തി വരെ വന്നു നിൽക്കുന്നത് കാണാം. ആ പച്ചപ്പില്ലാത്ത കാലത്താണ് ഈ യാത്ര എന്നതുകൊണ്ട് ഒരു ഭംഗിക്കുറവുണ്ട്. ഇപ്പോൾ ബസ് ഹമാമത്സു പട്ടണത്തോട് അടുത്തിരിക്കുന്നു. ഹമാമത്സുവിലാണ് ഇന്ന് ഞങ്ങളുടെ താമസം. ഹമാമത്സു പട്ടണത്തിന് നടുക്കല്ല. പട്ടണം വിട്ട് ഹൈവേയുടെ ഓരത്താണ് ഹോട്ടൽ. തലങ്ങും വിലങ്ങും പല നിലകളിലായി പോകുന്ന ഹൈവേകൾ ജപ്പാനിലെവിടെയുമുള്ള കാഴ്ചയാണ്. ഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെയൊക്കെ. 2ാം ലോകമഹായുദ്ധത്തിൽ ഈ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പലതും തകർന്നു പോയെങ്കിലും പുനർനിർമ്മിച്ചപ്പോൾ അത് അതിഗംഭീരമായി പടുതു. കാരണം 2ാം ലോകമഹായുദ്ധത്തിനു മുൻപ് തന്നെ ഇവരുടെ ടെക്നോളജിയൊക്കെ വളരെ മികച്ചതായിരുന്നു. നഗരാസൂത്രണവും മികച്ചതായിരുന്നു. നേരം സന്ധ്യയായി. ഞങ്ങൾ ഹമാമത്സു പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഹോട്ടലിലെത്തി. ഗ്രാൻഡ് മെർക്യൂർ എന്ന ഹോട്ടൽ. വമ്പൻ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് ഗ്രാൻഡ് മെർക്യൂർ. ഇവിടെയാണ് ഇന്ന് രാത്രി ഞങ്ങളുടെ താമസം. പട്ടണത്തിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് ഹോട്ടൽ.
പക്ഷേ ഇപ്പോൾ രാത്രിയായതുകൊണ്ട് ആ ഗ്രാമമൊന്നും കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി ചെന്നു. നേരം 8 മണിയായിട്ടുണ്ട്. ആദ്യം ഡിന്നർ കഴിച്ചിട്ട് മുറിയിലേക്ക് പോകാമെന്ന് തീരുമാനമായി. വമ്പൻ ലോബി, വമ്പൻ ഫെസിലിറ്റികൾ, ക്ലാസിക്കൽ ജപ്പാൻ പാശ്ചാത്യ ആർക്കിടെക്ചർ ശൈലികൾ കോർത്തിണക്കി നിർമ്മിച്ച ഹോട്ടലാണിത്. ഹാളുകളുടെയും റൂമുകളുടെയും വിസ്തൃതിയാണ് ഇതിനെ ഏറ്റവും ആകർഷകമാക്കുന്നത്. ഡിന്നർ ബൊഫെയാണ്. സഞ്ചാരം ടൂറുകളിൽ ഡിന്നർ മിക്കവാറും ബുഫേ ആയിരിക്കും. വലിയ സ്പ്രെഡുള്ള ഡിന്നറാണ്. 140ഓളം വിഭവങ്ങളുണ്ട്. പാനീയങ്ങളും ഡെസേർട്ടുകളും വേറെ. അത്ര വമ്പൻ ഡിന്നറാണ്. ഭക്ഷണകാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല എന്നുള്ളതാണ് സഞ്ചാരത്തിന്റെ പോളിസി. ഏത് സഞ്ചാരത്തിലും ഗംഭീരമായ ഭക്ഷണമായിരിക്കണം. എനിക്ക് പക്ഷേ അധികം നീതിയൊന്നും പുലർത്താൻ പറ്റിയില്ല. ബീഫും കുറച്ച് ഫ്രൈഡ് റൈസും പിന്നെ മത്സ്യവുമൊക്കെയായി കുറച്ച് വിഭവങ്ങളെടുത്തു. ഡിന്നർ കഴിച്ച് മുറിയിലേക്കെത്തി. സംഘത്തിലുള്ള എല്ലാവർക്കും ഇതേ മുറികൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. 2 പേർക്ക് കിടക്കാവുന്ന മുറിയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനകത്ത്. കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ ഇതാണ് ഹമാമറ്റ്സുവിൽ ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം. ഒരു തടാകതീരം. ഗ്രാമപ്രദേശം പോലെ കാണുന്നത് നഗരത്തിന്റെ പ്രാന്തഭാഗങ്ങളാണ്. വീടുകൾ ഒരു ഭാഗത്ത്, കുറേ കൃഷിയിടങ്ങൾ, ഗ്രീൻ ഹൗസുകൾ, ചെറിയ ചെറിയ ജലാശയങ്ങൾ. ലേക്ക് ഹമാന തടാകമാണ് അങ്ങകലെ കാണുന്നത്. നമ്മുടെ വേമ്പനാട്ടുകായൽ പോലെ ഒരു ജലാശയം. പസഫിക് സമുദ്രത്തിൽ നിന്ന് കയറിക്കിടക്കുകയാണത്. ഇവിടെ കുറേ കുളങ്ങളുണ്ട്. ഫിഷ് പോണ്ടുകളാണ്. മത്സ്യം വളർത്തുന്ന കുളങ്ങൾ. ഫിഷിംഗ് റിസോർട്ടുകളുമുണ്ട് ഇവിടെ. സന്ദർശകർക്ക് മീനിന് തീറ്റ നൽകുകയും മീൻപിടുത്തം നടത്തുകയും ഒക്കെ ചെയ്യാം. ഫിഷ് ഫാമുകൾ തന്നെയാണ്. അവിടെ രാവിലെ തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. ഫിഷ് ഫാമിൽ നിന്ന് സാധനം വാങ്ങാനാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഭാഗത്ത് കുറേ സോളാർ പാനലുകൾ. ജപ്പാനിലൂടെ സഞ്ചരിക്കുമ്പോൾ വെളിമ്പറമ്പുകളിൽ ധാരാളം സോളാർ ഫാമുകൾ കാണാം. സോളാർ പാനലുകൾ ഇങ്ങനെ നിരത്തിവെച്ച ഫാമുകൾ. കൃഷി നടക്കാത്തിടത്തെല്ലാം അത് വെച്ചിരിക്കുകയാണ്. നമുക്കും കൃഷിയില്ലാതായിപ്പോയ ഭൂമിയിലെല്ലാം സോളാർ പാനലുകൾ സ്ഥാപിക്കാവുന്നതാണ്. കൃഷിയോ ഇല്ല, അവിടെ നിന്ന് കറണ്ടെങ്കിലും ഉണ്ടാക്കാമല്ലോ. കൃഷിയിടങ്ങളുടെ സമീപത്ത് വീടുകൾ കാണാം. ചെറിയ വീടുകൾ. പക്ഷേ എല്ലാത്തിനും വൃത്തിയും ഭംഗിയുമുണ്ട്. ഇന്നൊരു ഞായറാഴ്ചയായതിനാൽ വഴിയിൽ വലിയ തിരക്കുകളില്ല. വളരെ ശാന്തമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പുറത്തിറങ്ങി. നല്ല തണുപ്പുണ്ട്. നമ്മുടെ സംഘാംഗങ്ങളിൽ ചിലർ പൂത്തുനിൽക്കുന്ന ചെറിമരങ്ങളുടെ ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞാനും ചെറിമരത്തെ ഇത്ര ക്ലോസപ്പിൽ കാണുന്നത് ഇപ്പോഴാണ്. പൂവ് അത്ര ഗംഭീരമൊന്നുമല്ലെങ്കിലും 10,000-കണക്കിന് ചെറിമരങ്ങൾ ഒരുമിച്ച് പൂക്കുന്ന കാലം ജപ്പാനിലാകെ ഒരു ആഘോഷകാലമാണ്. സംഘത്തിലെ കുറേ പേർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു. സുഹൃത്ത് ജോസ് അൻസലും കൂടെ പോയി നിന്നു. ജോസ് അൻസൽ സഞ്ചാരത്തിന്റെ മിക്കവാറും എല്ലാ ടൂറുകളിലും പങ്കെടുക്കുന്നയാളാണ്. ഇലകളില്ലാതെ പൂക്കൾ മാത്രമുള്ള ചെറിമരം. ജപ്പാനിൽ പൊതുവെ സക്കൂറ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ചെറിപ്പഴങ്ങൾ ലഭിക്കുന്ന മരങ്ങളല്ല ഇത്. അത് മറ്റൊരു ജനുസിൽപ്പെട്ട മരമാണ്. തണുപ്പങ്ങ് മാറിയിട്ടില്ല. ഇപ്പോഴും 8 ഡിഗ്രി 9 ഡിഗ്രി ഒക്കെയാണ് താപനില. കൂറ്റൻ ഹോട്ടലാണ് മെർക്യൂർ ഹോട്ടൽ. 8:30-ക്കാണ് യാത്ര പുറപ്പെടുക. എല്ലാവരും 8:15 തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി. ലഗേജ് താഴെ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു. അത് ഡ്രൈവർ ലോഡ് ചെയ്തുകൊള്ളും. ദീർഘമായൊരു യാത്രയാണ് ഇന്ന്. ഒസാക്കയിലേക്കാണ് പോകുന്നത്. ഇന്ന് രാത്രിയോടെയാണ് ഒസാക്കയിലെത്തുക. അതിനു മുൻപ് ചില പട്ടണങ്ങൾ പിന്നിടണം. നഗോയ എന്ന പ്രശസ്തമായ ഇൻഡസ്ട്രിയൽ സിറ്റിയൊക്കെ അതിൽ ഉൾപ്പെടുന്നു. ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ഇരിക്കുന്നത് ഒരു കാർഷിക മേഖലയിലാണ്. അവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ടെങ്കിലും യാത്ര തുടരുമ്പോൾ കാണുന്നതെല്ലാം കൃഷിയിടങ്ങളാണ്. കൊയ്ത്ത് കഴിഞ്ഞ് ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പച്ചപ്പിന്റെ ഒരു ഭംഗിയില്ല. ഇത് ടാക്സൺ, ഞങ്ങളുടെ ഗൈഡ്. ആൾ വളരെ രസികനാണ്. കാഴ്ചകൾ വിവരിച്ചു തരിക മാത്രമല്ല, ജപ്പാന്റെ സാമൂഹിക സാംസ്കാരിക വിശേഷങ്ങളെല്ലാം ടാക്സൺ പറയും. വളരെ ആത്മാർത്ഥതയോടെ ആളുകളെ കൊണ്ടു നടക്കുന്ന നല്ലൊരു ഗൈഡ്. ആൾ വളരെ പ്രൊഫഷണലാണ്.
നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കുട്ടനാട് പോലത്തെ ഒരു പ്രദേശമാണിത്. എറണാകുളത്തെ ചെറായി, കടമക്കുടി തുടങ്ങിയ സ്ഥലങ്ങളോടും സാമ്യമുണ്ട്. പക്ഷേ കുറച്ചുകൂടി വൃത്തിയുണ്ട്. കായലിൽ നിന്ന് വെള്ളം കയറിക്കിടക്കുന്നു. നെൽകൃഷി, മീൻ വളർത്തൽ ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികൾ നടക്കുന്ന പ്രദേശം. ഉപ്പുവെള്ളം കയറിക്കിടക്കുന്ന ഇടങ്ങളാണ് ഇതൊക്കെ. ഹമാന തടാകത്തിന്റെ ഭാഗങ്ങൾ. ആദ്യകാലത്ത് ഒരു ശുദ്ധജല തടാകമായിരുന്നു ഹമാന. പിന്നീട് അതിനെ ഒരു കനാൽ വഴി പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിച്ചപ്പോഴാണ് ഉപ്പുവെള്ളമായത്. ഹമാമറ്റ്സു ആണ് പ്രശസ്തമായ വാഹന കമ്പനിയായ സുസുക്കിയുടെ സിറ്റി. ലോകമെങ്ങും പടർന്നു പന്തലിച്ച സുസുക്കി വാഹന കമ്പനിയുടെ തുടക്കം ഈ നഗരത്തിലെ ഒരു ചെറിയ കെട്ടിടത്തിൽ നിന്നായിരുന്നു. മിച്ചിയോ സുസുക്കി എന്ന സ്ഥിരോത്സാഹിയായ മനുഷ്യൻ സുസുക്കി കമ്പനിയുടെ മാത്രമല്ല, ഹമാമറ്റ്സു നഗരത്തിന്റെയും വളർച്ചയുടെ കാരണക്കാരനാണ്. 1909 മിച്ചിയോ സുസുക്കി വാഹന നിർമ്മാണ കമ്പനി തുടങ്ങാനല്ല ഈ പട്ടണത്തിലെത്തിയത്. ഒരു നെയ്ത്തുശാലയാണ് അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചത്. തുണി നെയ്യുന്നതിനേക്കാൾ ലാഭകരം തുണി നെയ്യുന്ന യന്ത്രമുണ്ടാക്കി വിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ സുസുക്കി സ്വന്തമായി ഒരു നെയ്ത്ത് യന്ത്രം കണ്ടുപിടിച്ചു. അതോടെയായിരുന്നു സുസുക്കി എന്ന വ്യവസായ സാമ്രാജ്യത്തിന്റെ വളർച്ച തുടങ്ങിയത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വലിയ തകർച്ച നേരിട്ടെങ്കിലും സുസുക്കി പിടിച്ചുനിന്നു. 1954 വരെ ആ പ്രതിസന്ധി നീണ്ടു. ആ വർഷം വലിയ തോതിൽ മോട്ടോർ സൈക്കിളുകൾ ഉൽപ്പാദിപ്പിച്ചാണ് സുസുക്കി രണ്ടാം കുതിപ്പ് തുടങ്ങിയത്. സുസുക്കിയുടേത് മാത്രമല്ല, ഹോണ്ട, യമഹ തുടങ്ങിയവയുടെയെല്ലാം വാഹന നിർമ്മാണശാലകൾ ഇപ്പോൾ ഈ നഗരത്തിലുണ്ട്. ചാറ്റൽ മഴയുള്ള ദിവസമാണ്. തണുപ്പും മൂടലുമൊക്കെയുണ്ട്. അന്തരീക്ഷം ഒട്ടും പ്ലസന്റ് അല്ല. പക്ഷെ അതും രസമാണ്. ജപ്പാനിലൂടെ തണുപ്പത്ത് യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭവമാകുന്നു. ഗ്രാമങ്ങളിലാകട്ടെ നഗരങ്ങളിലാകട്ടെ ജപ്പാനിലെത്തിയാൽ ചില മര്യാദകൾ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് പറയുക. വീടിനകത്ത് ആരും ഷൂസ് ഉപയോഗിക്കാത്ത ലോകത്തെ അപൂർവം രാജ്യങ്ങളിലൊന്ന് ജപ്പാനായിരിക്കും. ഒരു വീട്ടിലേക്ക് നിങ്ങൾ ഷൂസ് ഇട്ടാണ് ചെല്ലുന്നതെങ്കിൽ അകത്ത് കയറും മുൻപ് വീട്ടുകാർ നിങ്ങൾക്കൊരു ജോഡി സ്ലിപ്പേഴ്സ് തരും. അതിട്ട് വേണം കയറാൻ. പണ്ടുകാലത്ത് വീട്ടിൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നപ്പോഴത്തെ ശീലമാണ് പുറത്തിടുന്ന ഷൂസ് ഇട്ട് വീട്ടിൽ കയറരുത് എന്നത്. ഇപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടെങ്കിലും ഷൂസ് അഴിച്ചു വെക്കണമെന്ന പഴയ പതിവിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ജപ്പാനിലെ ഗ്രാമങ്ങൾ ഇങ്ങനെയാണ്. അടുത്തടുത്തായി നിൽക്കുന്ന ചെറിയ മനോഹരമായ വീടുകൾ. ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ കൃഷിയിടങ്ങളായി. 10-20 വീടുകളാവും ഒരു ഗ്രാമത്തിൽ ഉണ്ടാവുക. ഇതൊക്കെ പാർക്കിംഗ് ഏരിയയാണ്. എല്ലാ ഗ്രാമത്തിലും ആ ഗ്രാമത്തിൻ്റെതായ ഒരു പൊതു പാർക്കിംഗ് ഏരിയ ഉണ്ടാവും. ആ ഗ്രാമം കഴിഞ്ഞാൽ വീണ്ടും കൃഷിയിടങ്ങൾ. ഇന്ന് ഒട്ടും സജീവമല്ല ഇവിടമൊന്നും. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആളുകളെയൊന്നും പുറത്ത് കാണുന്നുമില്ല. എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജപ്പാനിൽ കടകളൊക്കെ എപ്പോഴും തുറന്നിരിക്കേണ്ട കാര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞായറാഴ്ചകളിൽ ഒരു കടയും തുറന്നില്ലെങ്കിലും നിങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ കിട്ടും. വെൻഡിംഗ് മെഷീനുകളിലൂടെയാണത്. ലോകത്ത് ഏറ്റവും അധികം വെൻഡിംഗ് മെഷീനുകളുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. ഇവിടെ 21 ആളുകൾക്ക് ഒരു വെൻഡിംഗ് മെഷീൻ ഉണ്ടെന്നാണ് കണക്ക്. ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല, പുസ്തകവും കുടയും സിഗരറ്റും പൂക്കളുമെല്ലാം ഇവിടെ വെൻഡിംഗ് മെഷീനിൽ നിന്നും കിട്ടും. 1/2 കോടി വെൻഡിംഗ് മെഷീനുകൾ ഈ രാജ്യത്തുണ്ടെന്നാണ് കണക്ക്. ഹൈവേയുടെ ഓരങ്ങളിൽ ചെറി മരങ്ങൾ പൂത്തു നിൽക്കുന്നു. ചെറി ബ്ലോസം സീസൺ എന്നാണ് ഈ സീസൺ അറിയപ്പെടുന്നത് തന്നെ. ചെറി ബ്ലോസം സീസണിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ജപ്പാനിൽ വരുന്നത്. ജപ്പാനിൽ എന്തിനും ഏതിനും ഒരു ആഘോഷമുണ്ടാകും എന്നാണ് പറയുക. ചെറി മരങ്ങൾ പൂക്കുമ്പോഴത്തെ ആഘോഷം പോലെ തന്നെ ചില നഗരങ്ങൾക്ക് മാത്രമായി ചില ആഘോഷങ്ങളുണ്ട്. അത്തരമൊന്നാണ് കവാസാക്കി നഗരത്തിൽ നടക്കുന്ന കനാമര മത്സുരി. മലയാളത്തിൽ അതിനെ ലിംഗ മഹോത്സവം എന്ന് പറയാം. ഏപ്രിൽ മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് ആ ആഘോഷം.
ആ ദിവസം നഗരത്തിൽ വിൽക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, ചില ഭക്ഷ്യവിഭവങ്ങൾ എന്നിവയ്ക്കെല്ലാം പുരുഷലിംഗത്തിന്റെ രൂപമായിരിക്കും. ലിംഗചിത്രമുള്ള തുണികളും തുവാലകളും വരെ അന്ന് കടകളിൽ കിട്ടും. മനുഷ്യരുടെ സന്താനോൽപാദന ശേഷിയുമായി ബന്ധപ്പെട്ട വിചിത്രമായൊരു ആഘോഷം തന്നെയാണ് കവാസാക്കിയിലെ കനാമര മത്സുരി. നമുക്ക് ജപ്പാൻ എന്നാൽ ഒരു ഇൻഡസ്ട്രിയൽ രാജ്യമാണ്. ശരിക്കും ജപ്പാനല്ല ഇൻവെൻഷൻസ് ഒന്നും നടത്തുന്നത്. കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് കൂടുതലും യൂറോപ്പും അമേരിക്കയും ഒക്കെയാണ്. കാറും വിമാനവും ഒന്നും കണ്ടുപിടിച്ചത് ജപ്പാൻകാരല്ലല്ലോ. എന്നാൽ അതിനെയൊക്കെ ഒരു ഇൻഡസ്ട്രിയാക്കി മാറ്റിയത് ജപ്പാനും ജർമ്മനിയും ഒക്കെയാണ്. ഇപ്പോൾ ജപ്പാന്റെ വളർച്ചയുടെ അടിസ്ഥാനവും ആ വ്യവസായങ്ങളാണ്. കാർ നിർമ്മാണത്തെ ഒരു ഇൻഡസ്ട്രിയായി വളർത്തിയതിൽ ജപ്പാന് വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് ഫ്യുവൽ എഫിഷ്യന്റ് ആയ കാറുകൾ. അമേരിക്കൻ കാറുകൾ എണ്ണ കുടിച്ച് ഉടമയെ വലയ്ക്കുന്ന കാലത്താണ് ഫ്യുവൽ എഫിഷ്യന്റ് ആയ കാറുകൾ ഇറക്കി ജപ്പാൻ വിപ്ലവം സൃഷ്ടിച്ചത്. അതുപോലെ പല മേഖലയിലുമുണ്ടായി മുന്നേറ്റം. ഇലക്ട്രോണിക്സിൽ ലോക കുത്തക തന്നെ ജപ്പാൻ നേടിയെടുത്ത കാലമുണ്ട്. അമേരിക്ക വലിയ വിലയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും വിലക്കുറവുള്ളവ നിർമ്മിച്ചു ഇവർ. എന്നാൽ ഗുണനിലവാരത്തിൽ പിന്നോട്ടു പോയതുമില്ല. അങ്ങനെയാണ് ജപ്പാൻ ലോകത്തെ തന്നെ വ്യവസായ തലസ്ഥാനമായി മാറിയത്. എന്നാൽ പിന്നീട് ജപ്പാനെ അനുകരിച്ച് ചൈന രംഗത്തു വന്നു. ഇലക്ട്രോണിക്സ് രംഗത്തെ ജാപ്പനീസ് വ്യവസായം പിന്നോട്ടു പോയത് 21-ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോഴാണ്. എങ്കിലും ജാപ്പനീസ് ടെക്നോളജിയും ഇവരുടെ പ്രോഡക്റ്റുകളും ഇന്നും ലോകത്ത് വിശ്വസനീയതയോടെ നിലനിൽക്കുന്നുണ്ട്. ഓട്ടോമൊബൈൽ രംഗത്ത് ടൊയോട്ട, ഹോണ്ട, നിസാൻ, മസ്ദ, സുസൂക്കി, മിത്സുബിഷി തുടങ്ങി ധാരാളം കമ്പനികൾ. ഇലക്ട്രോണിക്സ് രംഗത്ത് പനാസോണിക്, സോണി, ഷാർപ്പ്, ഹിറ്റാച്ചി, മിത്സുബിഷി ഇലക്ട്രിക്, തോഷിബ, കാസിയോ തുടങ്ങിയവ. കാനോൺ, നിക്കോൺ, സോണി, ഫ്യൂജി, ഒളിമ്പസ്, പെൻഡാക്സ്, പനാസോണിക് തുടങ്ങിയ ക്യാമറ കമ്പനികൾ. നമ്മൾ ഓരോ ദിവസവും ഒരു തവണയെങ്കിലും ജപ്പാനിലെ ഒരു കമ്പനിയുടെ പേര് പറയുന്നുണ്ടെന്നതാണ് വസ്തുത. ഞങ്ങളിപ്പോൾ നഗോയ സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ചുവന്ന ടാറിട്ടിരിക്കുന്നത് സ്പീഡ് കുറയ്ക്കേണ്ട സ്ഥലത്താണ്. പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കേണ്ട ഏരിയയാണ് ചുവപ്പിച്ചിടുന്നത്. നമ്മൾ നഗോയ സിറ്റിയിലേക്ക് എത്തിയെന്ന് ടാക്സൺ വിവരിച്ചു. നഗോയ ജപ്പാനിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് എന്ന് മാത്രമല്ല, ടൊയോട്ട എന്ന വാഹന ഭീമന്റെ ആസ്ഥാനവും ഇവിടെയാണ്. ടൊയോട്ട സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെയുണ്ട് ഇവിടെ. നഗോയയിൽ നമുക്കൊരു സ്റ്റോപ്പുണ്ട്. ടൊയോട്ടയുടെ സിറ്റി എന്ന നിലയിൽ ടൊയോട്ടയുടെ ഒരു മ്യൂസിയവും അവരുടെ പഴയ ഒരു സ്ഥാപനവും കാണണം. ടൊയോട്ടയുടെ കാർ മാനുഫാക്ചറിംഗ് കാണണം. 1.5 മണിക്കൂർ ഓടിയാണ് നഗോയ സിറ്റിയിലേക്ക് എത്തിയത്. സമയം 10 മണിയാകുന്നതേയുള്ളൂ. നഗോയ വലിയൊരു സിറ്റിയാണ്. ജപ്പാനിൽ ഏറ്റവും ജനസംഖ്യയുള്ള 4ാമത്തെ സിറ്റിയാണിത്. 23 ലക്ഷം ആളുകൾ ഇവിടെ വസിക്കുന്നു. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി തന്നെയാണ് നഗോയയുടെ വളർച്ചയ്ക്ക് പിന്നിൽ. ഏറ്റവും വലുത് ടൊയോട്ട കമ്പനി തന്നെ. ലക്സസ് തുടങ്ങിയ അവരുടെ ലക്ഷറി ബ്രാൻഡുകൾ പുറത്തിറങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഏവിയേഷൻ ഇൻഡസ്ട്രിയിലും നഗോയ മുന്നിലാണ്. യുദ്ധവിമാനങ്ങൾ മുതൽ മിസൈലുകൾ വരെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പേട്രിയറ്റ് മിസൈലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമുണ്ട് ഇവിടെ. നഗോയ സിറ്റിക്കകത്തല്ല ഇൻഡസ്ട്രികൾ. സിറ്റിക്ക് ചുറ്റുമായിട്ടാണ് അവ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. F-35 എന്ന ഫൈറ്റർ ജെറ്റിന്റെ റിപ്പയേഴ്സും മെയിൻ്റനൻസും ഒക്കെ നടക്കുന്ന കേന്ദ്രവും ഇവിടെയുണ്ട്. കൊറിയയിൽ നിന്ന് വരെ അവ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് റിപ്പയർ ചെയ്യുന്നത്. കേരളം കണ്ടു പഠിക്കേണ്ടതാണ് ഈ നഗരത്തിന്റെ രീതികളെ. വ്യവസായികളെ കൈ അയച്ചങ്ങ് വിട്ടിരിക്കുകയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന ഇൻഡസ്ട്രിയിൽ നല്ലൊരു പങ്കും ഇവിടെയാണ്. അവിടെയൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു. ഈ കെട്ടിടം ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ സ്റ്റേഷനാണ്. ഒരു റെയിൽവേ സ്റ്റേഷന്റെയൊക്കെ ഷേപ്പ് എങ്ങനെയാകാം എന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണിത്. അതിന്റെ മുകളിലത്തെ നിലകളിൽ റെയിൽവേയുടെ മാത്രമല്ലാത്ത ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റികളാണ്. അതായത് ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ വന്ന് നിൽക്കുകയും ചായയും കാപ്പിയും വിൽക്കുകയും മാത്രമല്ല, മറ്റു പലതിനും കൂടിയൊക്കെ ഉപയോഗിക്കാമെന്നാണ് ഇത് കാണിക്കുന്നത്. 2ാം ലോകമഹായുദ്ധകാലത്ത് ഈ പട്ടണങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോയിരുന്നു. ആ ചാരത്തിൽ നിന്നുമാണ് ഇതെല്ലാം ഉണ്ടായതെന്നുകൂടി ഓർക്കണം. ബസ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തോടടുക്കുകയാണ്.
ടൊയോട്ട മ്യൂസിയത്തിന് സമീപത്തെത്തിയിരിക്കുന്നു. ടൊയോട്ട എന്ന വാഹന ഭീമൻ, അത് എവിടെ നിന്ന് ആരംഭിച്ചു, എങ്ങനെ വളർന്നു, എങ്ങനെ ഇന്നത്തെ ടൊയോട്ടയായി എന്നുള്ളതിന്റെ കഥകൾ വിവരിക്കുകയും ഏറ്റവും ആധുനികമായ കാർ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരികയും അതൊക്കെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. ടൊയോട്ട കൊമമൊറേറ്റീവ് മ്യൂസിയം ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ടെക്നോളജി എന്നാണ് ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ പേര്. ഞങ്ങൾ ആ വമ്പൻ ക്യാമ്പസിനുള്ളിലേക്ക് കയറി ചെന്നു. അതിമനോഹരമായ ഒരു ക്യാമ്പസാണ്. എങ്ങനെയാണ് ലോകപ്രശസ്തമായ ഒരു പ്രസ്ഥാനം അവരുടെ ചരിത്രത്തെ അവതരിപ്പിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ടാക്സൺ ടിക്കറ്റ് എടുക്കാൻ പോയി. മ്യൂസിയത്തിൽ കയറുന്നതിനായി ഞങ്ങൾ കാത്തുനിന്നു.